Good afternoon, all. Once again, welcome back to ICT class. In previous class, we already discussed about some special features of Gplates software. Okay, Gplate software is one of the first educational software in our chapter. Okay, today we are discussing about our next educational software, GeoGebra. നമ്മുടെ രണ്ടാമത്തെ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറായ ജിയോജിബ്ര. ഓക്കെ, നിങ്ങൾ മുന്നേ പഠിച്ച ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ ജിയോജിബ്രയെക്കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് നമ്മൾ ഇപ്പോഴെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് തുറക്കുന്നത്? ദ വേ ഓഫ് ഓപ്പണിംഗ് ദിസ് എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ജിയോജിബ്ര. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന 4 സോഫ്റ്റ്വെയർസും എങ്ങനെയാണ് തുറക്കുന്നത്? അപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻസ്, ദെൻ സോഫ്റ്റ്വെയർ നെയിം, ഇഫ് ഇറ്റ് ഈസ് ജിയോജിബ്ര ഓർ റാസ്മോൾ, ദെൻ Gplates. All softwares is under applications, education. Okay, education category. Okay, all of you take your പേജ് നമ്പർ 62, 62ാമത്തെ പേജ് നമ്പർ എടുക്കുക. ഓക്കെ, എൻ എയ്ഡ് ഫോർ ലേണിംഗ് ജോമെട്രി, ജാമിതി പഠനത്തിനൊരു സഹായം. ഓക്കെ, യു ഹാവ് ലേൺഡ് മെനി ഫാക്ട്സ് അബൌട്ട് പാരലൽ ലൈൻസ് ഇൻ യുവർ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇഫ് യു വിഷ് ടു confirm these facts through experiments, how many lines will you have to draw to find out the measurements and their characteristics? We have studied the GeoGebra software in the 8th standard, which helps to effectively construct geometric figures and effect some changes in them. Okay? Shall we use this software to prove certain facts? ഓക്കെ, ഗണിതശാസ്ത്ര പാഠപുസ്തകത്തിൽ സമാന്തര വരകളെ സംബന്ധിച്ച പല വസ്തുതകളും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ വസ്തുതകൾ പരീക്ഷണത്തിലൂടെ സ്ഥിരീകരിക്കണമെങ്കിൽ എത്രയധികം വരകൾ വരച്ച് അളവുകളും സവിശേഷതകളും പരിശോധിക്കേണ്ടി വരും? ഓക്കെ, ഇപ്പോൾ ജാമിതി പഠനത്തിനൊരു സഹായി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ പഠിക്കുന്നത്. ഓക്കെ, ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കാനും മാറ്റങ്ങൾ വരുത്തി നിരീക്ഷിക്കാനും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ജിയോജിബ്ര സോഫ്റ്റ്വെയർ 8ാം ക്ലാസ്സിൽ നാം ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് തെളിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് ഡ്രോ പാരലൽ ലൈൻസ്. സമാന്തര വരകൾ എങ്ങനെയാണ് വരക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം അല്ലേ? ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര. The way of opening GeoGebra software is application, education, GeoGebra. Okay. Yes, this is GeoGebra software. Okay. You can see menu bar and toolbar on the top side of this software. Okay. There's an option, move graphics view. Okay. Click on the move graphics view option. You can see a hand symbol, ഒരു കൈ അടയാളം കാണാം. അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മൂവ് ചെയ്യാം ഈ ഗ്രാഫിക്സ് സിമ്പിൾ. ഓക്കെ, അതുപോലെ ഇവിടെ ഈ വിൻഡോ നമുക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡോസ് ഉണ്ട്. വ്യൂ എന്നുള്ള മെനുവിൽ പോയി ക്ലിക്ക് ചെയ്താൽ ഗ്രാഫിക്സ് ടു 3D ഗ്രാഫിക്സ്, അങ്ങനെ പലതരത്തിലുള്ള വിൻഡോകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് പറയുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ജിയോജിബ്ര സോഫ്റ്റ്വെയർ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ആൻഡ് ഡ്രോ ദ ലൈൻ എ ബി യൂസിങ് ലൈൻ ടൂൾ.
ലൈൻ ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? എ ബി എന്നുള്ള ലൈൻ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മേക്ക് എ പോയിന്റ് സി യൂസിങ് പോയിന്റ് ടൂൾ നിയർ ടു ദിസ് ലൈൻ. അതാണ് നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? എ ബി എന്നുള്ള ഒരു ലൈൻ വരക്കണം. എങ്ങനെ? ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഈ ടൂൾ ബോക്സിൽ ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറേ ടൂൾസ് കാണാം. ലൈൻ, സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ഇതിൽ ലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ വിൻഡോയിൽ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്, എ എന്നുള്ള പോയിന്റ് ഓൾറെഡി വന്നു. ഇപ്പോൾ ബി എന്നുള്ളത് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അവിടെ ക്ലിക്ക് ചെയ്യുക. എ ബി വന്നു. ഇതിൻ്റെ എന്താണ് ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്ക് എ ബി എന്ന് പറഞ്ഞിട്ട് പോയിന്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് സി എന്ന പോയിന്റ് ഇവിടെ എന്ത് ചെയ്യണം? അടയാളപ്പെടുത്തണം അല്ലേ? സി എന്ന പോയിന്റ്. അതിനായിട്ട് ഇവിടെ ഈ ഓപ്ഷനിൽ, ഈ ടൂളിൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് സി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ സി എന്നുള്ളൊരു പോയിന്റ് വന്നു. ഇവിടെ നമുക്ക് ഈ പോയിന്റിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഷോ ലേബൽ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സി എന്നുള്ള അതിൻ്റെ ലേബൽ റിമൂവ് ആയി. വീണ്ടും ഒന്നുകൂടി ഷോ ലേബൽ ക്ലിക്ക് ചെയ്താൽ എന്തായി? സി എന്നുള്ള ഓപ്ഷൻ വന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും 8ാം ക്ലാസ്സിൽ. ഓക്കെ, സി എന്നുള്ള പോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇനി എന്താണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്? സെലക്ട് ദ പാരലൽ ലൈൻ ടൂൾ, ക്ലിക്ക് ദ പോയിന്റ് ഓൺ സി ആൻഡ് ലൈൻ എ ബി. നമുക്കൊരു പാരലൽ ലൈൻ ടൂളാണ് വരക്കേണ്ടത്. ഒരു പാരലൽ ലൈനാണ് വരക്കുന്നത്, സമാന്തര രേഖ. അപ്പം അതിനായിട്ട് എന്ത് ചെയ്യണം? ഇവിടെ പാരലൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പാരലൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പാരലൽ ലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഈ സി എന്ന എന്താണ് പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റിൽ? ക്ലിക്ക് ദ പോയിന്റ് സി ആൻഡ് ലൈൻ എ ബി. ആദ്യം എന്ത് ചെയ്യണം? പോയിന്റ് സിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? എ ബി എന്നുള്ള ലൈനിൽ ക്ലിക്ക് ചെയ്യാം. സി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സി എന്ന പോയിന്റിൽ കാണാം അതിന് ചെറിയൊരു ഡിഫറൻസ്, നമ്മൾ ക്ലിക്ക് ചെയ്തതിൻ്റെ ഡിഫറൻസ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ എ ബി എന്നുള്ള ലൈനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്നുള്ള ലൈനിന് പാരലായിട്ടൊരു ലൈൻ കൂടി വന്നിട്ടുണ്ട്, ഒരു സമാന്തര രേഖ കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പാരലൽ ലൈൻ, സമാന്തര രേഖ വരയ്ക്കുന്നത്. മനസ്സിലായില്ലേ? അടുത്തായിട്ട് പറയുന്ന ആക്ടിവിറ്റി എന്നാണ് what will you do if you want to draw another parallel line at the same distance? വേറൊരു സമാന്തര രേഖ, ഒരു പാരലൽ ലൈൻ ഈ സെയിം ഡിസ്റ്റൻസിൽ വരയ്ക്കണം. ഹൗ മെനി ടൈംസ് വുഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ലൈൻ ഫ്രം എ ബി? എ ബി നിന്ന് എത്ര ദൂരെയായിരിക്കും, എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും ഈ ലൈനിന് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈലേറ്റ് ഫ്രം പോയിന്റ് എന്നുള്ള ഒരു ടൂളുണ്ട്. ഇവിടെ ഡൈലേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഡൈലേഷൻ? Dilation tool can be used to increase the size of an object and its distance from a point in a fixed rate. If you click on the object to be dilated and the point that is considered as the base after selecting the tool, you will get a window. Okay, if you give the dilation factor, which is the number that indicates the number of times the distance should be increased, and give OK, you will get the new object. Okay, you will get the new object in the prescribed size and distance. എന്താണ് പറയുന്നത്? ഡൈലേഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ വലുപ്പവും ഒരു ബിന്ദുവിൽ നിന്നുള്ള അകലവും നിശ്ചിത തോതിൽ വർദ്ധിപ്പിക്കാൻ ഡൈലേഷൻ ടൂൾ ഉപയോഗിക്കാം. ഡൈലേഷൻ ടൂൾ ഉപയോഗിക്കുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ വലുപ്പവും ഒരു ബിന്ദുവിൽ നിന്നുള്ള അകലവും നിശ്ചിത തോതിൽ വർദ്ധിപ്പിക്കാം. ഓക്കെ, ടൂൾ സെലക്ട് ചെയ്ത് ഡൈലേറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിലും അടിസ്ഥാനമാക്കേണ്ട ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ജാലകത്തിൽ എത്ര മടങ്ങാണ് വർദ്ധിപ്പിക്കേണ്ടത്? ആ സംഖ്യ, ആ ഡൈലേഷൻ ഫാക്ടർ എന്നാണ് ആ സംഖ്യക്ക് നമ്മൾ പറയാം. നമ്മൾ കൊടുക്കുന്നൊരു നമ്പർ ഉണ്ട്.
ആ ഡൈലേഷൻ ഫാക്ടർ ടൈപ്പ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത വലുപ്പത്തിലും അകലത്തിലുമുള്ള ഒരു പുതിയ ഒബ്ജക്റ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ എത്ര നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞാലും അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്കിവിടെ ജിയോജിബ്ര സോഫ്റ്റ്വെയർ എടുത്തിട്ട് എന്ത് ചെയ്യാം, ആദ്യം എന്താണ് പറയുന്നത്, ഡൈലേറ്റ് ഫ്രം പോയിന്റ് എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡൈലേറ്റ് ഫ്രം പോയിന്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഡൈലേറ്റ് ഫ്രം പോയിന്റ്, എന്നിട്ട് എന്ത് ചെയ്യാം, സി എന്നുള്ള ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. സി എന്നുള്ള ഈ ഹാൻഡിൻ്റെ സിമ്പിൾ വന്നിട്ട് അവിടെ സി എന്നുള്ള ലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തിക്നെസ് കൂടി അല്ലേ, തിക്നെസ് കൂടിയിട്ടുണ്ട്. എന്നിട്ട് എ എന്നുള്ള പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. എ എന്നുള്ള പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡൈലേഷൻ ഫാക്ട്, ഡൈലേറ്റ് ഫ്രം പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെയാണ് നമ്പർ കൊടുക്കേണ്ടത് അല്ലേ. ഇവിടെ 2 എന്നുള്ള കൊടുത്താൽ എന്തായി, അത് ഡബിൾ ചെയ്തിട്ട് ഒരു ലൈൻ കൂടി വരും. അതായത് എ ബിയിൽ നിന്ന് അതേ എ ബിയും ആ സി എന്ന ബിന്ദുവിൽ നിന്നുള്ള പാരലൽ ലൈൻ ഇതാണ്, അതേ അകലത്തിലുള്ള ഒരു ലൈൻ, ഒരു പാരലൽ ലൈൻ കൂടി വന്നിട്ടുണ്ട് അല്ലേ. അത് ഡബിൾ ചെയ്തു, നമ്മൾ ഡൈലേറ്റ് ഫാക്ടർ നമ്മൾ 2 ആണ് കൊടുത്തത്. ഇനി അതുപോലെ തന്നെ വേറെ ഒരു ലൈൻ, പാരലൽ ലൈൻ കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊന്നും കൂടി ഡൈലേറ്റ് ഫ്രം പോയിന്റ് ഓപ്ഷൻ എടുക്കുക. അതേപോലെ സി എന്നുള്ള ലൈനിൽ ക്ലിക്ക് ചെയ്യുക. എ എന്നുള്ള പോയിന്റിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഫാക്ടർ നമുക്ക് 3 കൊടുത്താൽ എന്താണ്, ഒരു പാരലൽ ലൈൻ കൂടി കിട്ടി. അതായത് 4 പാരലൽ ലൈൻസ്, സമാന്തര രേഖകൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യമാണ് സമാന്തര രേഖകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ സമാന്തര രേഖയ്ക്ക് അതിന് കടന്നു പോകുന്നൊരു ലൈനും കൂടി നമുക്ക് ഡ്രോ ചെയ്യണം. അതിനായിട്ട് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ പോയിന്റ് ടൂൾ ഉണ്ട്. പോയിന്റ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, പോയിന്റ് ടൂൾ സെലക്ട് ചെയ്യുക. സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും, ഇവിടെ ഒരു പോയിന്റ് ജസ്റ്റ് ഡ്രോ ചെയ്യുക, പോയിന്റ് ചെയ്യുക. അതിന് ലാസ്റ്റ് പാരലൽ ലൈനും കൂടി എന്ത് ചെയ്യുക, ഒരു പോയിന്റും കൂടി എന്ത് ചെയ്യുക, ഇവിടെ പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി സെഗ്മെന്റ് ടൂൾ യൂസ് ചെയ്യുക. ഒരു സെഗ്മെന്റ് ടൂൾ ഉണ്ട്. ആ സെഗ്മെന്റ് ടൂൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് ഒരു ലൈൻ എന്ത് ചെയ്യുക, ഈ ഇ എന്നുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് ഡ്രോ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഇവിടെ സമാന്തര രേഖകളെ, പാരലൽ ലൈൻസിനെ പാസ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇന്റർസെക്റ്റ് എന്നുള്ള പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇന്റർസെക്റ്റ് അല്ലേ, ഇന്റർസെക്ഷൻ, സംഗമ ബിന്ദുക്കൾ. ഇന്റർസെക്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ സംഗമ ബിന്ദുക്കൾ എന്ന് പറയും. എന്താണ് ഇന്റർസെക്റ്റ് എന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് മാർക്ക് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യേണ്ടത്. ടു മാർക്ക് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, യു ക്യാൻ മാർക്ക് ദ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് 2 ജോമെട്രിക് ഫിഗേഴ്സ് ബൈ എ ക്ലിക്ക് യൂസിങ് ഇന്റർസെക്ട് ടൂൾ. ഇന്റർസെക്ട് ടൂൾ ഉപയോഗിച്ച് 2 ജാമിതീയ രൂപങ്ങളിൽ ക്ലിക്ക് ചെയ്താൽ അവ തമ്മിൽ ചേരുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്താം. നമുക്ക് ആ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ടൂൾ ബോക്സിൽ നിന്ന് ഇന്റർസെക്റ്റ് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഈ ഡി ഇ എന്ന് പറഞ്ഞ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് കടന്നു പോകുന്ന പാരലൽ ലൈൻ അതിലും ക്ലിക്ക് ചെയ്താൽ എന്തായി, അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഇവിടെ കിട്ടി, എഫ് എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ചെയ്യാം. ആദ്യം ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ പാരലൽ ലൈൻ കൂടി ക്ലിക്ക് ചെയ്താൽ എന്തായി, അതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ് കൂടി അവിടെ കിട്ടി. ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കൂടി അവിടെ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ദ ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എഫ് ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം എഫ് ടു ജി ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ജി ടു ഇ. അത് നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ്, ഈ ടൂൾ ബോക്സിൽ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഡിയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എഫിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡി എഫ് എന്ന് പറഞ്ഞാൽ 3.8 എന്ന് തോന്നുന്നു, 3.28 എന്ന് തോന്നുന്നു. അതുപോലെ എഫിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, ജിയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജിയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ സെയിം തന്നെ വരും, 3.28 വരും. അതേപോലെ G to E മൊത്തം 3.8 എന്ന് തോന്നുന്നു. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലേ. പാരലൽ ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്തതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ്. സെയിം ഡിസ്റ്റൻസ് ആണ് വന്നത്, 3.28. ദ ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എഫ് ഈസ് 3.28 ആൻഡ് എഫ് ടു ജി ഈസ് 3.28 ആൻഡ് GE 3.28. ഇനി നമുക്ക് എന്താണ്, ഇവിടെ മൂവ് ടൂൾ എന്ന് പറഞ്ഞിട്ട് ടൂൾ ഉണ്ട്. ആ ടൂൾ ഉപയോഗിച്ച് ഈ ലൈനിൻ്റെ എഡ്ജിൽ പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ആവും. പക്ഷേ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. കണ്ട 3.36 ആണ്. ഇങ്ങനെ മാറിക്കഴിഞ്ഞാലും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും എങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലും വരുന്നത്. ഓക്കെ, ഇതാണ് സ്പെഷ്യാലിറ്റി ഓഫ് പാരലൽ ലൈൻസ്. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ലാബിൽ ചെയ്താൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ജിയോജോബ്രൻ്റെ ഒരു സെക്ഷനും കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.